ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കുക, എന്നിട്ട് ആ പഴയ ഓർമ്മകൾ പുതുക്കണ ഒരു സ്വഭാവം മിക്കവാറും പലർക്കും കാണും. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇതുപോലെ എൻ്റെ ഗൂഗിൾ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടു കേട്ടോ. ഞാൻ വിജൃംഭിച്ചു പോയി. കാരണം മുമ്പ് ഒരു 2018, 19, 20 ആ ഒരു കാലഘട്ടത്തിൽ ഈ ഡബ് സ്മാഷും പിന്നെന്താ ടിക്ടോക്കും ഒക്കെ ആയിരുന്നല്ലോ ഫേമസ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യും. എവിടെ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. വെറുതെ ചെയ്തിട്ട് ഞാൻ തന്നെ സേവ് ചെയ്തിട്ട് ആർക്കും ഞാൻ അയച്ചു കൊടുക്കാറ് പോലുമില്ല. ഞാൻ തന്നെ കണ്ട് നിർവൃതി അണഞ്ഞ് അങ്ങനെ ഇരിക്കണ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നി. ഇപ്പം പിന്നെ ഞാൻ മുന്നും പിന്നെ നോക്കാതെ എല്ലാം പോസ്റ്റ് ചെയ്യണതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൽ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. അപ്പം ഇനി അങ്ങോട്ട് ഈ വീഡിയോ ധൈര്യമുള്ളവർക്കും മനസ്സിന് ഭയങ്കര ധൈര്യമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മനക്കട്ടിയുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണാം. കുന്തമോ? കുന്തമല്ലടി, കൂന്തല്ലേ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ. അയ്യോ, ബിന്ദു പണിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഡയലോഗും എനിക്ക് ഈ മൂവി തന്നെ കംപ്ലീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ്, എനിക്കൊന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ചുമ്മാ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. നാടനാണോന്നോ ഇവിടുത്തെ നല്ല ജളവള ഒരു മിനിറ്റ്. അതെ, ഈ പച്ചിലും ചാണകമൊക്കെ ഇട്ടുണ്ടാക്കുന്ന വളത്തിന്റെ പേരെന്താ? ജൈവവളം. ഞാൻ പോക്കോട്ടെ, എനിക്ക് വയ്യ, എനിക്കൊന്നും പറയാനില്ല. അയ്യോ, ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് 1, 2 അല്ല, കുറേ ഉണ്ട്. വളരെ കുറച്ച് കാണിക്കാനുള്ള ധൈര്യം മാത്രമേ എനിക്ക് ഈ പോയിന്റ് ഓഫ് ടൈമിലുള്ളൂ. ഓക്കെ, അടുത്തത് ഡബിൾ റോളും ഞാൻ തന്നെയാണ് അഭിനയിച്ച് തകർത്തിരിക്കണത്. Educated of industries. Yes. എന്താ? Uneducated of industries. ഞാനോ? ആരാണ് ഇൻഡസ്ട്രി? നീയാണ് ഇൻഡസ്ട്രി. നിന്റെ വീട്ടിലിരിക്കുന്ന എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് കണ്ടില്ലേ, അതാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം എന്നാരും പറയരുത്. ചുണ്ടിന് എന്ത് പറ്റി? അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ പല ഡബിൾ റോൾ അടക്കം ചെയ്യാനുള്ള കഴിവുള്ള ഭയങ്കര ഒരു കലാകാരിയായിരുന്നു ഞാൻ കേട്ടോ. എവിടെ എത്താൻ പറ്റിയില്ല. ഏത് ബ്യൂട്ടി പാർലറാ? ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ കാരണം എന്തൊരു ഭംഗിയുണ്ട്, കോലമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവശ്യമില്ല. അതൊക്കെ നീ ഇതിനെ കൊണ്ട് വന്നത്? ഞാൻ ഓല തൂങ്ങി വരാൻ നീ എന്താ കൊരങ്ങനോ? എന്തൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് അല്ലേ. നല്ല അന്നെങ്ങാനും പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, എന്നാ നാട് വിട്ട് പോവായിരുന്നു. ഓക്കെ, ബൈ. എന്റെ വീട്ടിനകത്ത് നീ കാല് കുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോര ഉണ്ടെങ്കിൽ തടയടാ. മതിയാ? എന്താ നിർത്തിയ? തല്ലണ, ഇനി തല്ലണ. സത്യം പറഞ്ഞ ഇത്ര നേരം കണ്ടതിൽ എനിക്ക് ഇതാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. കുറച്ച് ഞാൻ നാച്ചുറലായി ആക്ട് ചെയ്തിട്ടുണ്ട്. വൈദ്യപ്പൈ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിൽ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. എൻ്റെ ഫേസൊക്കെ കണ്ടില്ലേ, നല്ല മെലിഞ്ഞിട്ടാണ്. പ്രായത്തിൻ്റെതായ വ്യത്യാസമാണ് ഇപ്പം അറിയണത് എന്ന് തോന്നുന്നു. പിന്നെ കുറച്ചും കൂടെ തടിച്ചു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ, താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്. ഒടിഞ്ഞു കുത്തി എന്റെ പുറകെ നടക്കും. ഊത്ത താമരത്തണ്ട്. വലിയ കാവ്യമാധവനാന്ന വിചാരം എന്നുള്ള കമൻറ്റ് ഞാൻ പിന്നെയും നിരോധിച്ചിരിക്കുന്നു ഗൈസ്. കാരണം ഇതൊക്കെ ഇല്ലേ, ഞാൻ എന്താ പറയുക, ഞാൻ ഇതൊക്കെ അന്ന് നന്നായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കട്ടോ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് എവിടെയും അത് പോസ്റ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. വൺ ആക്ടിങ് അല്ലേ, ഭയങ്കര കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗ്യത്തിന് എൻ്റെ വീട്ടുകാരുടെയും ഭാഗ്യത്തിന് ഞാൻ ഇത് എവിടെയും പോസ്റ്റ് ചെയ്തില്ല.
നല്ല പാട്ടാണല്ലോ. നാടോടി ഗായികാണല്ലേ? പാട്ടൊന്നും വേണ്ട, പുറത്തോ. താൻ ആരാന്നാ ചോദിച്ചത്? ഓഹോ, ഞാനോ? ഇത് ലിപ്സിങ്ക് കൊള്ളാം കേട്ടോ. ബാക്കിയൊന്നും കൊള്ളില്ലെങ്കിലും ലിപ്സിങ്ക് വൈസ് എനിക്കിത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തിനാ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ റാൻഡമായിട്ട് വെറുതെ എടുക്കാൻ തോന്നിയപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരുപാടുള്ള കഴിവിൽ വളരെ കുറച്ച് കഴിവാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദയചെയ്ത് ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോരുത്. ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല. പ്ലീസ് ഇത് കണ്ടിട്ട് ആരും അൺസബ്സ്ക്രൈബ് ചെയ്യരുത് എന്നൊരു എളിയ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ഇത് സപ്പോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇനിയും വീഡിയോസ് ഉണ്ട്, ഞാൻ ഇടാം. ഓക്കെ, താങ്ക് യു.